ഈ കുഞ്ഞാവ എന്ന് പറയുന്നത് വേറൊരു യൂണിവേഴ്സ് എന്ന് വരുന്നയാളാണ്. യൂട്രസ് എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഇരുട്ടാണ്. അവിടെ ഒച്ചയും ബഹളമൊന്നുമില്ല. ഓക്കെ. പിന്നെ കംപ്ലീറ്റ് ഫ്ലൂയിഡ് കിടക്കുന്ന ഒരാളാണ്. അവിടെ അപ്പിയിടൽ, മൂത്രമൊഴിക്കൽ, ബർപ്പിയൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ കംഫർട്ടബിൾ സ്പേസിൽ ആ കുഞ്ഞിൻ്റേതായിട്ടുള്ള ഒരു ലോകത്തിൽ നിൽക്കുന്ന ആളാണ്. അത് ഭൂമി എന്ന് പറഞ്ഞ വേറൊരു യൂണിവേഴ്സിലേക്ക് വരിക ചെയ്യുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, നമ്മൾ കല്യാണം കഴിച്ചൊരു വീട്ടിലേക്ക് ചെന്നാൽ അവിടെ അഡാപ്റ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നുണ്ട്? അത്രയും സമയമൊന്നും കൊടുത്തില്ലെങ്കിലും ഒരു 2.5-3 മാസമെങ്കിലും ഈ കുഞ്ഞാവയ്ക്ക് കൊടുക്കണം. അപ്പോൾ ഈ നമ്മളെപ്പോഴും പറയാം, അതായത് ആദ്യത്തെ 2 മാസം കുഞ്ഞിന് ബ്ലാക്ക് ആൻഡ് വിഷൻ മാത്രമേ ഉള്ളൂ. 3-ാമത്തെ മാസം മുതലാണ് അതായത് 8 വീക്സ് കഴിയുമ്പോൾ മുതലാണ് ബേബി കാണാൻ തുടങ്ങുക എന്നാണ് പറയുക. അതായത് ഹൈ കോൺട്രാസ്റ്റ് കളേഴ്സ് കണ്ടു തുടങ്ങും, പതുക്കെ പതുക്കെ കളേഴ്സ് കണ്ടു തുടങ്ങും. ഇത്രയും ഈ ബേസിക് കാര്യം അറിയണം. രണ്ടെന്ന് പറഞ്ഞാൽ മോറോ റിഫ്ലെക്സസ് ഉണ്ടാവും. കുഞ്ഞുങ്ങളിങ്ങനെ സ്റ്റാർട്ട്ലിംഗ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ, ഒച്ചയും ബഹളവും പരമാവധി കുറയ്ക്കുക. കുഞ്ഞിൻ്റെ ഹിയർ തുടങ്ങുന്നേ ഉള്ളൂ, കംപ്ലീറ്റ്ലി ഉണ്ടാവില്ല, പാർഷ്യൽ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നമ്മുടെ എൻവയൺമെൻറ്റിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തുന്ന കാര്യങ്ങളുണ്ട്. ഇത്രയും ബേസിക് കാര്യങ്ങളെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പിന്നെ ലൈറ്റ് ആണെങ്കിലും ഇരുട്ടത്താണ് ഈ കുട്ടി ഉണ്ടായിരുന്നത്, ഒരുപാട് വെളിച്ചമുള്ള സ്ഥലത്തേക്കാണ് വരുന്നത്. അപ്പോൾ സർക്കാഡിയൻ റിതം ഫോം ചെയ്യുന്നത്, സർക്കാഡിയൻ റിതം എന്ന് പറഞ്ഞാൽ 24 hour ക്ലോക്കാണ്. അത് ഫോം ചെയ്യുന്നത് തന്നെ 9 to 11 വീക്സിലാണ്. അത് കഴിഞ്ഞിട്ടൊരു ഗ്രോത്ത് സ്പോട്ട് ഉണ്ട്. അങ്ങനെ ഇത് ഒരു എക്സാം എഴുതി കംപ്ലീറ്റ് ആവുന്ന പോലെ ആവുക.